സെലക്ട് ചെയ്യുന്നു, ഞാൻ ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എടുക്കുന്നു. അതിൻ്റെ അകത്ത് നമുക്കൊന്നുകൂടെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ജി അടിക്കുന്നു, ഇതിൻ്റെ അകത്ത് നിന്നും ആ ഒരു കളർ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ പ്ലേസ് ലിങ്ക്ഡ് ഈ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് സെലക്ട് സബ്ജക്റ്റ്, അതിന് നമ്മൾ മാസ്ക് ചെയ്യുന്നു. ഓക്കെ, കൺട്രോൾ ടി അടിക്കുന്നു, സ്വല്പം കൂടെ വലുതാക്കുന്നു. ഇപ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റി ലോസ് ഇല്ല. നമ്മൾ ആ പിക്സൽസ് മാറിക്കൊണ്ടാണ് ക്വാളിറ്റി ലോസ് വന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാപ്സ് ലോക്കിൽ ഗ്രാഫിക് സ്പേസ് ഓക്കെ ടൈപ്പ് ചെയ്തു. ഇതിന് ഞാൻ മാക്സിമം ഇതിനെ വലുതാക്കുക. കൺട്രോൾ ടി അടിച്ചിട്ട് ഞാൻ ഇതിനെ മാക്സിമം വലുതാക്കുക. ഓക്കെ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഈ സംഭവം എവിടെ കൊണ്ടുവന്നാലും ഈ തലയുടെ ഈ ഒരു ഭാഗത്ത് മാത്രം ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ട്രാൻസ്പാരൻസി മീൻസ് എന്താണ്, ഇവൻ്റെ ഈ ഒരു തലയുടെ ഭാഗം മാത്രം നമുക്ക് കാണണം, ബാക്കിയെല്ലാം നമുക്ക് ഒപ്പേക്കുമായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു കോപ്പി എടുക്കാം. കൺട്രോൾ ജി അടിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നീക്കി ഇതിൻ്റെ അകത്ത് ഇടാം. ഇപ്പോൾ എന്ത് പറ്റി, ഇതിൻ്റെ ബാക്കിൽ പോയി വീണു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കോപ്പി എടുക്കാം. കൺട്രോൾ ജെ. ഓക്കെ, എന്നിട്ട് ഈ കോപ്പി ഇതിൻ്റെ ടോപ്പിൽ ഇടുക. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, വേറെ സംഭവിച്ചില്ല. ഒരേ കോപ്പി തന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തും ഫോർഗ്രൗണ്ടിൻ്റെ അകത്തും ഞാൻ ഇട്ടു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ എന്താക്കുക എന്നുള്ളതാണ്, സ്ട്രോക്ക് ആക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ പുറകിൽ. ഓക്കെ, പുറകിലും ഫ്രണ്ടിലും ഒരേ കോപ്പീസ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു കോപ്പിക്കകത്ത് എനിക്കിതിൻ്റെ സ്ട്രോക്ക് കാണണം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ സ്ട്രോക്ക് കാണാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താണ്, നമുക്ക് ഇതിൻ്റെ ഫില്ല് മൊത്തത്തിൽ അങ്ങ് കുറയ്ക്കുക. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് നിങ്ങൾക്ക് എത്രത്തോളം കട്ടിയിൽ അത് കാണണം അത്രത്തോളം ഡെപ്ത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് എനിക്കിത് മതി. ഓക്കെ, അതിനുശേഷം ഞാനിത് ഓക്കെ എടുത്തു. അപ്പം ഏതിലാണ് കിടക്കുന്നത്, ഇതിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും കൂടെ ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. പക്ഷേ എന്താണ്, ഇതിൻ്റെ അകത്ത് ക്ലിപ്പിംഗ് മാസ്ക് വർക്കിംഗ് അല്ല. കാരണം എന്താണ്, ഇതൊരു ടെക്സ്റ്റാണ്, അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. റാസ്റ്ററൈസ് ചെയ്യാനേക്കാട്ടി ഞാൻ എന്ത് ചെയ്യുക, സ്മാർട്ട് ഒബ്ജക്റ്റിലോട്ടം കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ ഇത് മാസ്കായി മുകളിലെത്തത്. പക്ഷേ ആക്ച്വലി ഇതിനെ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ മൂവ് ചെയ്യുന്നത്, ഇവൻ്റെ തലയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പൊസിഷൻ നോക്കിക്കോണം, ഫ്രണ്ടിലത്തെ പൊസിഷനും ബാക്കിലത്തെ പൊസിഷനും ഒന്നാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ആക്ച്വലി രണ്ടും ഒന്നാണെന്നുള്ള കാര്യം. ആക്ച്വലി ഇവിടെ ക്ലിപ്ഡ് ആണ്, മനസ്സിലായോ? അത് നമുക്ക് തോന്നുന്നതാണ് അത് രണ്ടും ക്ലിപ്ഡ് ആണെന്നുള്ളത്. ഇനി ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതും അല്ലെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതും സെലക്ട് ചെയ്തിട്ട് ഇതുണ്ടോ, ഇവിടെ താഴെ ഒരു സംഭവമുണ്ട്, ലിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ലിങ്ക് ലെയേഴ്സ്. ആ രണ്ട് ലെയറും കൂടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിങ്ക് ആവും. നിങ്ങൾ ഇനി ഇതിനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇത് മാത്രം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൊസിഷനായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം കംപ്ലീറ്റ് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. കണ്ടോ, ബാക്കിയെല്ലാം ഒപ്പേക്ക് ആയിരിക്കും, ഈ ഭാഗമെല്ലാം എന്തായിരിക്കും, ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. കണ്ടോ, ഏത് ഭാഗത്തും ആക്ച്വലി അവിടെ ക്ലിപ്പ് ചെയ്തിരിക്കണം, വേറെ ഒന്നും ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ടും ഒറിജിനലായിട്ട് ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യുകയാണ്, ആ ഭാഗം മാത്രം ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇതിനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഇതിന് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മാസ്ക് ആയിരിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതൊന്നുമില്ല. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫിൽ ഇത് എങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചെയ്യുന്ന ഒരു ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിലീറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പ്രോസസ്സ് എന്താണ്, ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. നല്ല ഫോട്ടോഗ്രാഫിൽ വേറെ ഫോട്ടോഗ്രാഫിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതിൽ കിട്ടും. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഫോട്ടോഗ്രാഫിൽ വെക്കുന്നേ ഉള്ളൂ. സെലക്ട് ചെയ്തു, ഞാനിവിടെ വെച്ചു. സെലക്ട് സബ്ജക്റ്റ്, മാസ്ക് അങ്ങ് ചെയ്തേക്ക് ഇവിടെ തന്നെ. പിന്നെ അത് മായ്ക്കാൻ നിൽക്കണ്ട, മാസ്ക് അങ്ങ് ഫുൾ ഇരുന്നോട്ടെ. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് മാസ്ക് ചെയ്തു, അതാകുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം എന്തുകൊണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിലും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഞാനൊരു വൈറ്റിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രാഫിക് ഡിസൈനിൽ നിന്ന് ഗ്രാഫിക് സ്പേസ്
അത് നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണം ആ ഫോണ്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇത് കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫോണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫോണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടായിട്ട് കിട്ടും. ഇപ്പോൾ കൺട്രോൾ ടി അടിക്കുക, സ്വല്പം കൂടെ വലുതാക്കിയേ. ഓക്കെ, എത്രത്തോളം വലുതാക്കുന്നു അയാളുടെ ഏരിയക്കകത്ത് ഇരിക്കുന്നു അത് അത്രയും നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. ആദ്യം ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കൺട്രോൾ ജെ അടിച്ചിട്ട് ഒരു കോപ്പി എടുത്തിട്ട് താഴെ ഇടുന്നു, ഒരു കോപ്പി എടുത്തിട്ട് മുകളിലിടുന്നു. കണ്ടോ, പിടിയിട്ടോ? ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക്, ഇതിൻ്റെ അകത്ത് എന്താണ് സ്ട്രോക്ക്. പക്ഷേ ആ സ്ട്രോക്ക് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫില്ല് കുറയ്ക്കണം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അകത്ത് സ്ട്രോക്ക്. ഓക്കെ, ഇനി ആ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് എത്രത്തോളം കുറയ്ക്കണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇത്രയും മതി. സ്വല്പം കൂടി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂവിനനുസരിച്ചായിട്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എനിക്കിത് ഇത്രയും മതി. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ സ്ട്രോക്ക് നമുക്ക് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സ്ട്രോക്കിൻ്റെ വാല്യൂ അറൗണ്ട് 1.8 വല്ലതും കൊടുക്കാം. സ്വല്പം കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. മാക്സിമം 2, അത് കുഴപ്പമില്ല, 2 ഇരുന്നോട്ടെ. റൈറ്റ് ക്ലിക്ക്, ഒന്നുകിൽ റാസ്റ്ററൈസ് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ചെയ്യുക. സോ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. സംഭവം മാസ്കായി ഇതാ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റും കൺട്രോൾ ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ലിങ്ക് ലെയർ ഇതിൽ മൂവ് ചെയ്ത് പിടിച്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഏത് പോർഷനിലാണ് വരുന്നത് അവിടെ മാത്രം ആ ഒരു മാസ്കും ബാക്കിയുള്ള ഏരിയയ്ക്കകത്ത് എന്ത് കിട്ടും, ഇങ്ങനെ വർക്ക് ചെയ്യും. സ്ട്രോക്ക് മാത്രം നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും വർക്കിൻ്റെ കൂടെ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് അതിനൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റാണ് വേണ്ടത്. ടെക്സ്റ്റ് നമുക്ക് ഒരു ക്രിയേറ്റ് വർക്ക് സ്പേസ് എടുത്തിട്ട് നമുക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേഡിയൻ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ അതിൻ്റെ ലോക്ക് മാറ്റി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇപ്പം ഓക്കെ ഞാൻ ഇതിൻ്റെ അകത്തൊരു പർപ്പിൾ ഗ്രേഡിയൻ്റ് തൽക്കാലം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ കൺട്രോൾ ടി അടിച്ചു, സ്വല്പം ഒന്ന് വലുതാക്കി. ഓക്കെ, ഈ ഫോണ്ട് തന്നെ ഇരുന്നോട്ടെ, ഈ ഫോണ്ട് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇതുണ്ട്, ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനി എനിക്കിതിനെ കട്ട് ചെയ്യണം, 2 പീസസ് ആയിട്ട് എനിക്കിതിനെ കട്ട് ചെയ്യണം. സോ റൈറ്റ് ക്ലിക്ക്, ഗോ ടു റാസ്റ്ററൈസ് ടൈപ്പ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കിതിനെ കറക്റ്റ് മിഡ് പോയിൻ്റ് വെച്ച് കട്ട് ചെയ്യണം, എക്സാക്റ്റ് മിഡ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, വ്യൂവിൻ്റെ അകത്ത് എക്സ്ട്രാസ് അല്ലെങ്കിൽ വ്യൂവിൻ്റെ അകത്ത് റൂളേഴ്സ്. ഓക്കെ, എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ റൂളേഴ്സും കൂടെ നമ്മൾ ഓണാക്കി കൊടുക്കുക. അപ്പോൾ റൂളേഴ്സ് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് പോയിൻ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് റൂളർ, കണ്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരാം, പിന്നെ താഴെന്ന് വലിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് തന്നെ വലിച്ച് താഴോട്ട് കൊണ്ടുവരാം. ഇത് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇതിനെ ഞാൻ കറക്റ്റ് എക്സാക്റ്റ് മിഡ് പോയിൻ്റ് കൊണ്ടുവരാണ്. കറക്റ്റ് ഒരു മിഡ് പോയിൻ്റ്, അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഏതാണ് കറക്റ്റ് പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം ഇതിനെ ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് മിഡ് പോയിൻറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇത് ഇനഫാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്നൊരു ഏതാണ് റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ എടുത്തിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ലെയറിൽ കുഴപ്പമില്ല, ഏത് ഭാഗമാണ് വരേണ്ട അത്രയും ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തായി, അത്രയും ഭാഗം സെലക്ട് ആയി. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ക്ലിക്ക്, ലെയർ വയ കട്ട്. അപ്പോൾ എന്ത് പറ്റും, ഇപ്പോൾ 2 കട്ടായി ഇല്ലേ, 1 and 2 കട്ടായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഗ്രാഫിക്സിൻ്റെ ഏതാ ടോപ്പ് പോർഷൻ ആണ് അല്ലേ, ടോപ്പ് പോർഷൻ. ഓക്കെ, ഇനി കൺട്രോൾ ടി അടിക്കുക, ദെൻ റൈറ്റ് ക്ലിക്ക്, ഗോ ടു പെർസ്പെക്റ്റീവിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ പെർസ്പെക്റ്റീവ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയ്ക്കകത്തോട്ട് മൂവ് ചെയ്യുക. ഇതിൻ്റെ ഇങ്ങോട്ടും താഴേക്കും ഇപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുക.
ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ വെറുതെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ മൂവ് ആവും. ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലാണ് പോവേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്കിയേ, ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ പിന്നെ അത് കറക്റ്റായിട്ട് പൊക്കോളും. ഇങ്ങനെ പോയി. ഓക്കെ, എൻ്റർ അടിച്ചു, താഴേക്ക് വന്നു, കൺട്രോൾ ടി, വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പെർസ്പെക്റ്റീവ്. കാരണം ആദ്യം ഇതിങ്ങനെ പോവും. അപ്പോൾ ഒന്നും കൂടെ ഡ്രാഗ് ചെയ്തിട്ട് എക്സാക്ട്ലി നിങ്ങൾ ഏത് പൊസിഷനിലാണ് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തൊന്ന് വിട്ടിട്ട് എടുത്താലും മതി. ഞാൻ പെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഞാൻ റിമൂവ് ചെയ്തും കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടി. പക്ഷേ നമുക്ക് ആക്ച്വലി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം, അതിൽ കുറച്ചും കൂടെ നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും 2 ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക, രണ്ടിലും 2 പിക്ചർ കൊടുക്കുക. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു പിക്ചർ കൊടുത്തേ. അപ്പോൾ നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒന്ന് ഇതിലാണ് നിൽക്കുന്നത്. എവിടെ വേണം, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിലല്ലേ കൊടുത്തത്, അടുത്ത ഇവിടെ സെലക്ട് ചെയ്യുക, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇനി വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് മാസ്ക്. ഇതിൽ ഏതാണ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ രീതിയിലുള്ള പിക്ചറിനെ തന്നെ നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. ഇതാ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നേ. ഇപ്പോൾ 2 ഇല്ല, നിങ്ങൾക്ക് ഇത് വേണ്ട, ഒരാളുടെ പടമാണ് കുറച്ചും കൂടെ ഫീല് വരുന്നതെന്നുണ്ടെങ്കിൽ ആ പടം കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും, ഓക്കെ, ഇത് ഈ ഒരു പിക്ചറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ 2 വെറൈറ്റി ആയിട്ടുള്ള ഫീല് കിട്ടും. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇപ്പോൾ അതിൻ്റെ പടമായി. അപ്പോൾ ഒന്നിൽ വേറൊരു ഇതും ഒന്നിൽ വേറൊരു ഫീലും കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ഡെപ്ത് കൊടുക്കാം. അപ്പം ഇത് 2 ഡിവൈഡ് ചെയ്യുന്ന പൊസിഷൻ ഏതാണ്, ഈ ഒരു പൊസിഷനായിരിക്കും ഇത് 2 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു പുതിയ ലെയർ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് ടൂളിൻ്റെ അകത്ത് ബ്ലാക്ക് ടു വൈറ്റ് സെലക്ട് ചെയ്യുക. നല്ലവണ്ണം ഇത് കുറയ്ക്കുന്നു. ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഏതിൻ്റെ ഇടയിലാണ് പെയിൻ്റ് ആയെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതാ ഓക്കെ, ഇതിൻ്റെ ഇടയിൽ പെയിൻറ്റ് ചെയ്താൽ മാസ്ക് ആയിരിക്കും കിടന്ന് പെയിൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു പുതിയ ലെയർ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ഗോസിൻ ബ്ലർ കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ മൈന്യൂട്ടായിട്ട് ഒരു ഗോസിൻ ബ്ലർ കൊടുക്കുക. ഒന്നുമില്ല, അവിടെ ഒരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് ചെയ്തു, കൺട്രോൾ ടി അടിച്ചിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷൻ ഏതാണ് ആ ഒരു പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവച്ച് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇനി ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഒപ്പാസിറ്റി കുറയ്ക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു വര പോലൊരു സംഭവം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ അകത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് നോക്കാം. അപ്പോൾ ഒരു ഡ്രോപ്പ് ഷാഡോ നിന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഡ്രോപ്പ് ഷാഡോയും കൂടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം കുറയ്ക്കുക. സ്പ്രെഡ് നല്ലോണം കുറയ്ക്കുക, സൈസ് നല്ലോണം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറാണെങ്കിൽ ഈ ഒരു കളറിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. കണ്ടോ, ഇതാണെങ്കിൽ ഓക്കെ ആയി. ഈ ഒരു ഡ്രോപ്പ് ഷാഡും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഈ ഒരു കളറാണെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് കൊണ്ടുവരാം. വീണ്ടും ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പ്രെഡും നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മറിച്ച് ബ്ലാക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ കറക്റ്റ് ബ്ലാക്കിലോട്ട് പോവുക. സെലക്ട് ചെയ്യുക, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിലോട്ട് പോവുക. എന്നിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് തന്നെ കോപ്പി ചെയ്തിടാമല്ലോ. എങ്ങനെ കോപ്പി ചെയ്യാം, എഫക്ട്സ്, റൈറ്റ് ക്ലിക്ക്, ഏതാണ് കോപ്പി, ലെയർ സ്റ്റൈൽ. ആ ലെയർ സ്റ്റൈൽ തന്നെ നമ്മൾ ഒന്നിലും ഇട്ടിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് കൊടുക്കുക, പേസ്റ്റ് ലെയർ സ്റ്റൈൽ. കേട്ടോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ നിങ്ങൾ വേറെ കളറിലേക്ക് മാറ്റുക.
ചിലപ്പോൾ നമ്മൾ ഈ ചെയ്തത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് അത്ര സൂട്ട് ആവണമെന്നില്ല. അപ്പം നമുക്കൊരു ടൈറ്റ് കളർ കൊടുക്കാം. കണ്ടോ, സംഭവം പിടി കിട്ടിയോ? അപ്പം നമ്മുടെ ഈ ഫോണ്ട് ഞാൻ ഈ ഫോണ്ടിലിട്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്രയും ഒരു ഫീൽ വരാത്തത്. അങ്ങനെ ഫോണ്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇത് തന്നെ ഇരുന്നോട്ടെ. ഇത് ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഓക്കെ. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കറക്റ്റ് മിഡിൽ കൊണ്ടുവയ്ക്കാം തൽക്കാലം. ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഫോണ്ട് അങ്ങ് മാറ്റാം. ഓക്കെ, ഒരു സാധാരണ ഫോണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് വരും. സെലക്ട് ചെയ്യുക, Ctrl+T അടിക്കുന്നു, ഞാൻ നല്ലോണം വലുതാക്കുന്നു. ഇതിനെ കറക്റ്റ് മിഡ് പോയിൻ്റ് വെച്ച് കൊടുക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗ്രാഫിക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. കറക്റ്റ് മിഡ് പോയിന്റിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ കളർ വൈറ്റും കൂടെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാഫിക്സ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു മിഡ് പോയിന്റിൽ വയ്ക്കുന്ന സംഭവം. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മൊത്തത്തിൽ ഇവിടെ അങ്ങ് സെലക്ട് ചെയ്യുക. ഫൈൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ലെയർ വയ കട്ട്. അപ്പം ഈ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഈ ഒരു ലെയർ നമുക്ക് വേണ്ട. ഇതിനെ അങ്ങ് ഓഫ് ചെയ്യുക. ഓക്കെ, ഇതിനെ ഞാൻ തൽക്കാലം അങ്ങ് ഓഫ് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ലെയർ വയ കോപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്യുക. എന്നിട്ട് ഇത് ഓൺ ആക്കുക. റൈറ്റ് ക്ലിക്ക്, സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആയിരിക്കണം എപ്പോഴും. റൈറ്റ് ക്ലിക്ക്, ലെയർ വയ കട്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടും കട്ടായി. അപ്പോൾ റാസ്റ്ററൈസ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഇത് രണ്ടും കട്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, Ctrl+T, റൈറ്റ് ക്ലിക്ക്, പെർസ്പെക്റ്റീവ്. എങ്ങോട്ടാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് നിങ്ങൾ മൂവ് ചെയ്ത് വയ്ക്കുക. പെർസ്പെക്റ്റീവിലോട്ട് വേണമെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മൂവ് ചെയ്യരുത്, അങ്ങോട്ട് മൂവ് ചെയ്യുക. ഏതാണ് ആ പൊസിഷൻ, ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ സെലക്ട് ചെയ്യുക, Ctrl+T, റൈറ്റ് ക്ലിക്ക്, പെർസ്പെക്റ്റീവ്. വീണ്ടും ഞാനതിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഭാഗത്തേക്ക് ഞാൻ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു മാർഗ്ഗം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ മൂവ് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീലിലാണ് ഇത് ഇരിക്കുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടാണ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലെയർ എടുക്കാം. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ആ ഒരു കട്ട് ഇവിടെ നിന്ന് കിട്ടും. ഈ ഒപ്പാസിറ്റി സ്വല്പം ഒന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, മാസ്ക് അടിച്ചു കൊടുക്കുക. എന്ത് ചെയ്യുക, വൈറ്റിൽ ബ്ലാക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്തും കളഞ്ഞാൽ മതി. ഫ്ലിപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് ഇട്ട് പെയിൻറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു ഫീല് കിട്ടും. ഞാൻ നേരത്തെ അത് രണ്ടാമത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായ സംഭവം. ഇനി ഈ ഒരു ഏരിയക്കകത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ആ ഒരു ഏരിയക്കകത്ത് ഉണ്ടെങ്കിൽ അത് വൃത്തിയിടായിരിക്കും. കണ്ടോ, ഈ ഒരു ഏരിയക്കകത്തൊക്കെ അത് അനാവശ്യമായിട്ടുള്ളൊരു, നമുക്ക് ആ ലെറ്റേഴ്സിന് മാത്രം മതി. മനസ്സിലായ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫീൽ അവിടെ ഓൾറെഡി ആയി കഴിഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം വെച്ച് കൊടുക്കുക. ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുക, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഈ ഒരു പിക്ചർ ഇതിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു മാസ്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യുക, ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. നെക്സ്റ്റ് പിക്ചർ ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു പിക്ചർ താഴേക്ക് വെച്ച് കൊടുക്കുക. എൻ്റർ ചെയ്തു, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. മൂവ് ചെയ്യുമ്പോൾ കണ്ടോ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളൊരു ഇത് വന്നാൽ കുറച്ചും കൂടെ നല്ലതായിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ഡ്രോപ്പ് ഷാഡോ. കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ. അവിടെ ഡ്രോപ്പ് ഷാഡോ കൂടെ ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ലെയർ സ്റ്റൈൽ. ഇവിടെ വരുന്നു, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ് ലെയർ സ്റ്റൈൽ. ഓക്കെ, ഇനി ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഫുൾ കളി ഇരിക്കുന്ന. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അത്രയും നല്ല ഇതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല എന്ന് വിചാരിക്കുക, ഇത് വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക്, സോളിഡ് കളർ ഇട്ടാലും കണ്ടോ മതി, സോളിഡ് കളറിലും മതി. പിടി കിട്ടിയ സംഭവം.
അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് ടൈപ്പോഗ്രഫിയും നമുക്ക് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ.